സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിൽ UDFന് വൻപിച്ച ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം കിട്ടി. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറ്റിട്ട് 2 മാസം പിന്നിടുമ്പോഴും കേരളത്തിൽ കോൺഗ്രസിന് നാഥനില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്, ഇപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട്. ആ KPCC പ്രസിഡന്റാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ മന്ത്രിസഭയിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായ സണ്ണി ജോസഫ്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നയങ്ങൾക്ക് അനുസൃതമായി മുഖ്യമന്ത്രിയെ പോലും തിരുത്തേണ്ട ആളാണ് KPCC പ്രസിഡന്റ്. മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് കീഴെ മന്ത്രിയായിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രിയെ ഞാൻ KPCC പ്രസിഡന്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്താൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. ഇവിടെ കോൺഗ്രസിൻ്റെ നയം വ്യക്തമാക്കേണ്ട പല സന്ദർഭങ്ങളും ഇതിനോടകം തന്നെ കേരളത്തിലുണ്ടായി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ ഉയർന്നു വന്ന പല വിഷയങ്ങൾ, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ പേരിൽ കോൺഗ്രസിനകത്തും UDFനകത്തും ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ, PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചതുമായി ഉണ്ടായ വിഷയങ്ങൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതിന് ഒരാളില്ലാതെ പോയി, KPCC പ്രസിഡന്റ് ഇല്ലാതെ പോയി. ഇതിന് ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം എന്തുകൊണ്ടാണ് KPCCക്ക് നാഥനില്ലാതെ എന്ന് കാര്യം ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി വിദേശ പര്യടനത്തിലായിരുന്നു, അദ്ദേഹം വന്നാൽ മാത്രമേ കാര്യങ്ങൾ നടപടിയാകൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു, പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ബഹുമാന്യായ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം തന്നെ KPCC പ്രസിഡന്റ് ഉണ്ടാവണം. എന്നാൽ KPCCക്ക് ഒരു പ്രസിഡന്റിനെ വയ്ക്കുമ്പോൾ തീർച്ചയായും അത് മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള വി ഡി സതീശൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നൊരു ഒരു പ്രസിഡന്റ് ആകരുത് എന്നുള്ള താല്പര്യം കൂടി വി ഡി സതീശനുണ്ട്. അല്ലെങ്കിൽ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി പദം കൈവിട്ടു പോയ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അവസാന നിമിഷം വരെ വടംവലി നടത്തുകയും കർണാടകയിൽ നിന്ന് വരെ ന്യൂനപക്ഷ മന്ത്രിയെ പാണക്കാട് കുടുംബത്തിലെത്തിച്ച് തനിക്ക് വേണ്ടി വാദിക്കാൻ ഇറക്കിയ KC വേണുഗോപാൽ ഈ വിഷയത്തിലെങ്കിലും വി ഡി സതീശനെ പിടിക്കാൻ അതിശക്തമായ രീതിയിൽ തന്നെ കരുക്കൾ നീക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KPCC പ്രസിഡന്റായി KC വേണുഗോപാലിന് താല്പര്യമുള്ള ഒരാളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പിൻസീറ്റ് ഡ്രൈവ് നടത്തിക്കൊണ്ട് KC വേണുഗോപാൽ ഭരിക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. കേരളത്തിൽ KPCC പ്രസിഡന്റാകാൻ ധാരാളം ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകൾ. എന്നാൽ 2 പദവി വഹിക്കുന്ന ആളുകൾ വേണ്ട എന്നുള്ളൊരു തീരുമാനം നേരത്തെ കോൺഗ്രസിനുണ്ട്. MP-മാരായവരോ MLA-മാരായവരോ ഈ പാർട്ടി ഭാരവാഹിത്വങ്ങൾ പിന്നീട് വഹിക്കാൻ പാടില്ല എന്നുള്ളൊരു അലിഖിത നിയമം കൂടി കോൺഗ്രസിനകത്തുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിനെ KPCC പ്രസിഡന്റാക്കാൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് താല്പര്യമുണ്ട്, പക്ഷേ അദ്ദേഹം നിലവിൽ MP ആണ്. ഈ ഒരു സാഹചര്യത്തിൽ സാർ ഇതിനെ എങ്ങനെയാണ് കേരളത്തിലെ ഈ സംഘടന ഈ പ്രസിഡന്റിനെ എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? എങ്ങനെയാണ് അത് മുഖ്യമന്ത്രിക്കും KPCCക്കും ഇടയിൽ അസ്വാരസ്യങ്ങളില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും? KC വേണുഗോപാലും മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിൽ അസ്വാരസ്യങ്ങളില്ലാതെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഭംഗിയായി കലാശിക്കാൻ സാധിക്കുക? ഇത് ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നന്ദകുമാർ സാർ എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു? ആറ്റുനൂറ്റു കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഭരണത്തെ എങ്ങനെ അട്ടിമറിക്കാമെന്ന് സ്വന്തം പാർട്ടിയിലെ ആളുകൾ തന്നെ കൃത്യമായി പ്ലാനും പ്രവർത്തനത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. വി ഡി സതീശൻ്റെ മന്ത്രിസഭ വന്ന ശേഷം വളരെ കൃത്യമായുള്ള പ്ലാനും പ്രവർത്തനത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിനെ അട്ടിമറിക്കാനായി പാർട്ടിക്കുള്ളിലും അതേപോലെ MLA-മാരുടെ ഇടയിലും മന്ത്രിമാരുടെ ഇടയിലും രൂക്ഷമായ ഭിന്നിപ്പുണ്ടാക്കി തമ്മിലടിപ്പിച്ച് ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാക്കുക, അതുവഴി വി ഡി സതീശൻ താഴെ ഇറക്കുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ KC വേണുഗോപാൽ പയറ്റുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഡൽഹിയിലിരിക്കാതെ കേരളത്തിൽ വന്ന് തമ്പടിച്ച് ഇവിടെയുള്ള KSU വിദ്യാർത്ഥി നേതാക്കന്മാരെയെല്ലാം ഒരു പാട്ടിലാക്കി അവരെ പ്രകോപനമുണ്ടാക്കി തെരുവിലേക്ക് ഇറക്കുക എന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്. മുമ്പ് KSU ആണ് വിമോചന സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്തത് എന്നുള്ള നമുക്കറിയാം. അതേപോലെ കേരളത്തിൽ വി ഡി സതീശൻ അവരെ കണ്ടില്ല, അല്ലെങ്കിൽ അവരെ കേട്ടില്ല, അവർ പറയുന്നത് അനുസരിച്ചില്ല എന്നൊക്കെ പ്രസ്താവന നടത്തി അവരുടെ KSUവിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ച് അവരാണ് കേരളം ഭരിക്കുന്നത്, അവർ പറഞ്ഞാൽ കേൾക്കണം, അവരിൽ അപ്പുറത്തേ പോകരുത് എന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി ഇവിടെ അട്ടിമറികളും അതേപോലെ ദിവസേന ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് വേണുഗോപാൽ.
വേണുഗോപാലിന് ഡൽഹിയിൽ വേറെ പണിയൊന്നുമില്ല. കാരണം അവിടെ ചൊറിയും കുത്തി ഇരിക്കുന്ന പണിയാണ് വേണുഗോപാലിനുള്ളത്. വടക്കേ ഇന്ത്യയിലെ ഒറ്റ സ്റ്റേറ്റ് പോലും പിടിച്ചെടുക്കാൻ വേണുഗോപാൽ വന്നിട്ട് കഴിഞ്ഞിട്ടില്ല. എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. രാജസ്ഥാനാകട്ടെ, മധ്യപ്രദേശ് ആകട്ടെ, എന്തിന് ഛത്തീസ്ഗഡ് ആകട്ടെ, ഹരിയാന ആകട്ടെ, അങ്ങനെ ഏത് സ്റ്റേറ്റ് എടുത്താലും കയ്യിലുള്ള സ്റ്റേറ്റുകളെല്ലാം പോയി. ഇനി പകരം അവിടെ യാതൊരു ജോലിയില്ല. തെക്കേ ഇന്ത്യയിലാണ് ആകപ്പാടുള്ളത്. കർണാടകയും കേരളവും തെലുങ്കാന, ഈ 3 സ്റ്റേറ്റാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഈ 3 സ്റ്റേറ്റുകളെ കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് കളിച്ച് ഇവിടെ നേടിയെടുക്കാം എന്നുള്ളതായിരിക്കാം അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഉണ്ടാകാമെന്ന് തിരിച്ചടി മറ്റൊന്നാണ്. ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരൊക്കെ അവിടെ ഒരു പൊതു ഇഷ്യൂ ഉണ്ടാക്കി അവിടെ സമരം നടത്തുമ്പോൾ നമ്മുടെ നേതാവായ KC വേണുഗോപാൽ കേരളത്തിലെ തൊരപ്പനായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് തൊരപ്പൻ എന്നവൻ്റെ പണി എന്താ? മാന്തി അടി കൂടെ തുളച്ച് പോവുക എന്നുള്ളതാണ്. കേരളത്തിലെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമം ഇങ്ങനെ വലിയ ഇഷ്യൂ ആക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റുമുട്ടുന്നത് ആരോടാണ്? VD സതീശനോടാണ്. ഒരടിക്ക് 10 തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നേറുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ VD സതീശന് കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ അലോഷ്യസുമായുള്ള, അതായത് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസുമായുള്ള ഇഷ്യൂ അവർക്ക് ആവശ്യമില്ലാത്തൊരു കാര്യത്തിലാണ് ഇടപെട്ടത്. ഡീൻ കുര്യാക്കോസ് നൽകിയ ഒരാളെ, ഒരു അഡ്വക്കേറ്റിനെ GP ആക്കണം എന്നുള്ള ആവശ്യം വന്നപ്പോൾ, അത് GP ആക്കിയപ്പോൾ അതിനെതിരെ എതിർത്തുകൊണ്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവർ മുമ്പ് SFIക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അമ്പലപ്പുഴ MLA മാർക്സിസ്റ്റുകാരനല്ലേ? പയ്യന്നൂരിലെ MLA മാർക്സിസ്റ്റുകാരനല്ലേ? അതേപോലെ തളിപ്പറമ്പിലെ MLA മാർക്സിസ്റ്റുകാരനല്ലേ? അവരെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഭരണത്തിൽ വന്നത്. മുമ്പ് എന്താണ് എന്നുള്ളതല്ല, ഇപ്പോഴെന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോഴെന്താണ് നോക്കി അതിന് ശക്തരായ ആളുകളെ നിയമിക്കുമ്പോൾ അവിടെയെല്ലാം കലാപം ഉണ്ടാക്കുക, അവിടെ പ്രശ്നം ഉണ്ടാക്കുക, വാർത്താ പ്രാധാന്യം ഉണ്ടാക്കുക, തമ്മിലടിപ്പിക്കുക, അങ്ങനെ ഭരണത്തിന് ഇല്ലാത്ത ഒരു ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് മങ്ങലേൽപ്പിക്കുക എന്നുള്ള ഈ പരിപാടി അതിൻ്റെ ലിമിറ്റും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇത് തിരിച്ചടി കിട്ടാൻ പോകുന്നത് വേണുഗോപാലിനായിരിക്കും. വേണുഗോപാൽ കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള ജുഗുപ്സാപരമായ കാര്യങ്ങൾ കൃത്യമായി ഡൽഹിയിൽ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് VD സതീശൻ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് സംഘടനാ തലത്തിൽ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. KPCC പ്രസിഡന്റ് ഇപ്പോൾ ഒരു മന്ത്രിയാണ്. അതേപോലെ മറ്റൊരു മന്ത്രിയാണ് യൂത്ത് കോൺഗ്രസ്. ഈ 2 സ്ഥാനത്തേക്കും കഴിവും അതേപോലെ കേരളത്തിൽ ഭരണത്തിന് ഗുണം ചെയ്യുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള 2 പേരെയാണ് കണ്ടെത്തേണ്ടത്. ആ കണ്ടെത്തേണ്ടതിന് പകരം എന്നും പ്രകോപനം ഉണ്ടാക്കുന്ന, എന്നും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന 2 പേരെയല്ല വേണ്ടത്. ഇപ്പോൾ തന്നെ പ്രതിപക്ഷത്തിനൊരു ജോലിയില്ല. പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ അടിക്കാനുള്ള ഒരു ആയുധവുമില്ല. എന്തടിക്കുന്നു അത് 100% ഇരട്ടിയായിട്ട് അവർക്ക് തിരിച്ചടി ബൂമറാങ് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് പാർട്ടിയെ മാത്രമല്ല പൊതുജനങ്ങളുടെ ഇടയിൽ വല്ലാത്ത ചീത്തപ്പേര് VD സതീശൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പരിഹരിക്കപ്പെടേണ്ടത് ആരാണ്? പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളാണോ? നേതൃത്വത്തിലുള്ള ആളാണെങ്കിൽ അവിടെ മന്ത്രിയായി കഴിഞ്ഞുകൂടിയാണ്. മറ്റൊരു യൂത്ത് കോൺഗ്രസിൻ്റെ ആൾ വേറെ രൂപത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഈ വിധത്തിൽ പോകുമ്പോൾ ഇതിനൊക്കെ പിന്നിൽ നിന്ന് തിരികൊളുത്തുന്നത് KC വേണുഗോപാലിനാണ് തുറപ്പനായിട്ട് വന്നിരിക്കുന്നത്. സാറേ, ഇനി മറ്റൊരു ടെസ്റ്റ് കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ VD സതീശന് ഇങ്ങനെ പിൻസീറ്റ് ഡ്രൈവ് നടത്തി ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകാർക്ക് ആർക്കും പറ്റില്ല. VD സതീശന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്കാർക്കും അത്ര കണ്ട് സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഒരു വേള ഈ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് AICCയുടെ ജനറൽ സെക്രട്ടറിയായ ഈ KC വേണുഗോപാൽ തന്നെ രംഗപ്രവേശം ചെയ്യുമോ എന്നുള്ളതൊരു സംശയമാണ്. ഒന്നും പറയാൻ പറ്റില്ല. KC വേണുഗോപാൽ ഇത്രയും തരം താഴുമെന്ന് നമ്മളൊരു പ്രതീക്ഷയല്ല. അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരു പണിയില്ലേ? AICCയുടെ സെക്രട്ടറി അല്ലേ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പോയി അദ്ദേഹം തൻ്റെ സ്വന്തം കഴിവുകൊണ്ട് പിടിച്ചെടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ഡൽഹിയിൽ CJP എന്ന് പറയുന്ന സംഘടന നടത്തുന്ന ഒരു രാഷ്ട്രീയ പിൻബലവുമില്ലാതെ ഒരു സ്വതന്ത്രമായി വന്ന് ചില യുവാക്കൾ നടത്തുന്ന ആ സമരം ഇന്ന് കത്തിപ്പടരല്ലേ? ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ നേതൃത്വം കൊടുത്ത് വലിയ ജനപ്രക്ഷോഭങ്ങൾ കൊണ്ടുവരേണ്ട KC വേണുഗോപാലിന് കേരളത്തിൽ എന്താണ് പണി? ഇവിടെ ഒരു ഭരണം കിട്ടിയിട്ടുണ്ടല്ലോ, അത് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരമല്ലേ ഒരുക്കേണ്ടത്? ഡൽഹിയിൽ വേറെ പണിയൊന്നുമില്ലാതെയാണ് ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഡൽഹിയിൽ CJP നടത്തുന്ന സമരം നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം അയോധ്യ സംഭവം, അവിടെ നടത്തിയ കൊള്ള
ഈ അത് BJP ഗവൺമെൻറ് അട്ടിമറിക്കാൻ പറ്റുന്ന വലിയ ആയുധമാണ്. എന്നിട്ട് എന്തേ പ്രതിപക്ഷത്തുള്ള KC വേണുഗോപാലിനൊന്നും മിണ്ടാൻ പറ്റാത്തത്? രാഹുൽ ഗാന്ധി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുപ്പിച്ച് ഇന്ത്യയിൽ മുഴുവൻ ഒരു പ്രക്ഷോഭം നടത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അയോധ്യ പ്രശ്നത്തിൽ BJP ഉണ്ടാക്കിയ സമരങ്ങൾ അല്ലെങ്കിൽ ജാഥകൾ, പ്രക്ഷോഭങ്ങൾ, എത്രയോ വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് അയോധ്യ പൊളിച്ച് അവർ അവസാനം അതിൻ്റെ പേരിൽ ഭരണത്തിലെത്തിയത്. എന്നാൽ അത് ഇപ്പോൾ അയോധ്യയുടെ പേരിൽ അവർ ഏറ്റുതി അടികൊള്ളുന്ന സന്ദർഭത്തിൽ അതുപയോഗിച്ച് എന്തുകൊണ്ടാണ് അതിനെ നേരിടാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് അവർ ഉയർത്തിയ പ്രശ്നങ്ങളെ അവർ സപ്പോർട്ട് ചെയ്ത് സമരമുഖത്തേക്ക് എത്താത്തത്? ഇവിടെയൊന്നും KC വേണുഗോപാലിൻ്റെ മുഖം കാണാനില്ല. കാണാവുന്നത് കേരളത്തിലെ ഈ ശകുനിയുടെ റോളിൽ അദ്ദേഹം വന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി കസേര ഇപ്പോഴും അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട് എന്ന് വേണം വിശ്വസിക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ മറ്റൊരു കോണുകളിൽ നിന്ന്, അതായത് സാധാരണക്കാരിൽ നിന്ന് മറ്റു ചില അഭിപ്രായഗതികൾ കൂടി മുന്നോട്ട് വരുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും സോണിയാഗാന്ധിയുടെയും എല്ലാം ചെവി തിന്നുകൊണ്ട് അവസാനം കേരളത്തിൽ KPCC പ്രസിഡന്റ് താൻ തന്നെ ആയിക്കൊള്ളാം എന്നൊരു ഉത്തരവ് അദ്ദേഹം മേടിക്കുകയും കേരളത്തിൽ KPCC പ്രസിഡന്റായി വന്ന് VD സതീശൻ മന്ത്രിസഭയെ മറിച്ചിടാൻ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം സംശയം കൂറുന്ന ആളുകളെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കുമോ ഈ സാഹചര്യത്തിൽ? അല്ല, അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് അത് സത്യമാണല്ലോ. അദ്ദേഹം നേരത്തെ ഇവിടെ കേരളത്തിലെ ജനപിന്തുണയോടുകൂടി കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ്റെ നേതൃത്വം നടത്തിയ ധീരമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ 102 സീറ്റോടെ UDF അധികാരത്തിൽ വന്നത്. അതിൽ KC വേണുഗോപാലിൻ്റെ പങ്കൊന്നുമില്ല. KC വേണുഗോപാലിൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ഷൻ നിന്ന ആളുകളെ നിയമിച്ചു, അതോടൊപ്പം അവർക്ക് പണം എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ? എല്ലാ സ്റ്റേറ്റിലുള്ള കോൺഗ്രസിനെ എന്ത് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ MLA-മാരെയൊക്കെ ചാക്കിട്ട് പിടിച്ച് അദ്ദേഹം കാണിച്ച വികൃതമായ നടപടി കേരളത്തിലെ കോൺഗ്രസിനുണ്ടായ ചീത്തപ്പേര് ചെറുതൊന്നുമല്ല. KC വേണുഗോപാലിൻ്റെ ശരീരത്തിലുണ്ട് അത്രയും വൃത്തികെട്ട പാടുകളാണ് അതുകൊണ്ടുണ്ടാക്കി, ദുർഗന്ധം വമിക്കുന്ന പാടുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായി ഈ ഗവൺമെൻറ് VD സതീശൻ്റെ നേതൃത്വത്തിൽ വരുത്താൻ വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നതിന് പകരം അത് ആദ്യമേ അട്ടിമറിക്കാനും ചീത്തപ്പേരുണ്ടാക്കാനും ശ്രമിച്ചത് ജനപിന്തുണയുടെ പേരിൽ അദ്ദേഹം അട്ടിമറിക്കപ്പെടുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് അവസാനം ജനപിന്തുണ മനസ്സിലാക്കി മാറേണ്ടി വന്നു. ഇവിടുന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഇവിടെ നിന്ന് പ്രതിഷേധം അറിയിച്ചത്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള അവർ KC വേണുഗോപാലിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തെ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിട്ട് പോലും രാഹുൽ ഗാന്ധി ശക്തമായ ശരിയായ നിലപാടെടുക്കാൻ കഴിഞ്ഞു. എന്നിട്ടും പ്രതികാരം തീർക്കാൻ വേണ്ടി ഈ KC വേണുഗോപാൽ കേരളത്തിൽ ഒന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിരി വരിക അല്ല വരുന്നത്. നമുക്ക് കൃത്യം പറയുകയാണെങ്കിൽ ഈ മനുഷ്യൻ കേരളത്തിന് അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ചുരുക്കി പറഞ്ഞ ആറ്റുനോറ്റ് കിട്ടിയ ഭരണം ഇവരൊക്കെ കൂടി തമ്മിലടിച്ച് ഇല്ലാതാക്കാനുള്ള സാഹചര്യം നിലവിൽ വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് കേരളത്തിലൊരു മാറ്റം വരണം, ഭരണം വരണം, VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നൊക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇനി ഇവരുടെ ഈ ഭരണം വേണ്ട, ഇവരുടെ തൊഴുത്തിൽ കൊത്തും തമ്മിലടിയും തീരുന്നവരെ ഇനി ഇവർ ഭരിക്കേണ്ടെന്ന് കൂടി ജനം തീരുമാനിച്ചാൽ അവിടെ തീർന്നു ഇനി കോൺഗ്രസിൻ്റെ. അതിന് അധികം സമയമൊന്നും വേണ്ട. അതാണ് ഇന്ന് ഏത് ഭരണത്തെ അട്ടിമറിക്കാൻ കഴിവുള്ള ജനങ്ങളാണ് രാജാക്കന്മാർ തെളിയിച്ചൊരു ഇലക്ഷനായിരുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന എല്ലാ കോടികൾ പരസ്യം ചെയ്ത് ഭരണം കൈ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം ആട്ടി ഒട്ടിച്ചത് കണ്ടില്ലേ? അത് ആ ജനത്തിന്റെ വികാരം മനസ്സിലാക്കാൻ KC വേണുഗോപാൽ തയ്യാറല്ലെങ്കിൽ അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോഴേ തുടങ്ങാം. ഡൽഹിയിൽ പോയി, നല്ല അന്തരീക്ഷമാണ് ഡൽഹിയിൽ, കേന്ദ്ര ഭരണം പിടിച്ചെടുക്കാൻ കൃത്യമായിട്ട് പ്രവർത്തനം നടത്തുകയാണെങ്കിൽ 2029 കേന്ദ്രം പിടിച്ചെടുക്കാൻ പറ്റും. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ വലിയ സ്ഥാനങ്ങൾ കിട്ടും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം പ്രതിരോധ മന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അത്രയും ബന്ധങ്ങളുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വന്ന് ഗവൺമെൻറ് വന്നിട്ട് ഒരു കേരളത്തിൽ ഭരണം കിട്ടി അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണം ഉണ്ടായിട്ട് അവിടെ അട്ടിമറിച്ചതിൻ്റെ പിന്നിലെ നാരദനായി പ്രവർത്തിച്ചുള്ള വേണുഗോപാലാണ് എന്ന് കേട്ടിട്ടുണ്ട്. തമ്മിലടിപ്പിക്കുക, എന്നിട്ട് അവസാനം ആ ഭരണം നഷ്ടപ്പെടും. സാർ, അത് ഇങ്ങനെയും വേണമെങ്കിലാകുമല്ലോ. ഇപ്പോൾ കേന്ദ്രത്തിൽ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളുടെ ആ രീതി കൊണ്ട്, സംഘടനാ പാഠവും കൊണ്ട് KC വേണുഗോപാൽ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി ഒരിക്കലും കേന്ദ്രത്തിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ശിഷ്ടകാലം കുറച്ചു കാലമെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് താൻ ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അല്ല, കേന്ദ്രത്തിൽ ഇനി കാര്യമായിട്ട് കോൺഗ്രസിനൊന്നും ചെയ്യാനില്ല എന്നൊരു പക്ഷേ അദ്ദേഹം ധരിച്ചിട്ടുണ്ടെങ്കിലോ
ആയിരുന്നല്ലോ. അല്ല, അങ്ങനെ ചിന്താഗതി ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ചരടുവലികൾ നടത്തുന്നത്. പകരം അദ്ദേഹം ഡൽഹിയിൽ ഇപ്പോൾ അനുകൂല സാഹചര്യം മനസ്സിലാക്കി. ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഡൽഹിയിലെ കേന്ദ്ര ഗവൺമെൻറ് അട്ടിമറിക്കാൻ ശക്തിയുള്ളതാണ്. അതോടൊപ്പം അയോധ്യ പ്രശ്നം, ഈ രണ്ടെണ്ണം മാത്രം മതി ഇന്ത്യയിൽ ഇപ്പം ഭരണമാറ്റം ഉണ്ടാവാനുള്ള വളരെ സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം അയോധ്യ പ്രശ്നം ചെറിയൊരു കാര്യമല്ല, അത് ഇന്ത്യ മുഴുവൻ വലിയൊരു പ്രക്ഷോഭമാക്കി മാറ്റി. BJP-യിലേക്ക് വോട്ട് ചെയ്ത ആളുകൾ മുഴുവൻ കോൺഗ്രസിനും കോൺഗ്രസ് മുന്നണിക്കും വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അത് മനസ്സിലാക്കാൻ പോലും, അത് ഉപയോഗപ്പെടുത്താൻ പോലും കഴിയാതെ കേരളത്തിൽ കലാപമുണ്ടാക്കുന്ന VC വേണുഗോപാലിന്റെ പ്രവർത്തനത്തെ നമ്മൾ പരിഹസിച്ച് തള്ളാൻ മാത്രമേ കഴിയൂ.